ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നെൻ്റെ കടയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു. രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ കടയിലേക്ക് പോയത്. വലിയ ആഘോഷപരമായിട്ടുള്ള ഉദ്ഘാടനമൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു ഉദ്ഘാടനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിളക്കൊക്കെ കത്തിച്ചിട്ട് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം വീഡിയോസിന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടികൾ എപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. വലിയ വീഡിയോകൾ ഇപ്പോൾ ഇടാറേ ഇല്ല. കാരണം വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പം മനസ്സാകെ മടിച്ച് ഷോർട്ട് വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോയിൽ കുറച്ചെങ്കിലും വ്യൂസ് വരുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നുന്നതുകൊണ്ട് പിന്നെ ഷോർട്ട് വീഡിയോകൾ തന്നെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. വലിയ വീഡിയോകൾ ഇപ്പം വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ഏറെ വിലപ്പെട്ടത് തന്നെയാണ്. ഒരു വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. പക്ഷേ അതിൽ നിന്നൊന്നും വരാൻ കഴിയാത്തത് കൊണ്ടൊരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും കരുതലും ഉണ്ടായിരിക്കണം. അപ്പം എൻ്റെ കടയുള്ളത് പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കലോട്ട് പോകുന്ന റോഡിൽ കിഴക്കനാല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കടയുള്ളത്. ഇതുവഴി പോകുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ കടയിലേക്ക് വരണം. എൻ്റെ കടയൊക്കെ വിസിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുറച്ച് കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രാവിലെ ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എപ്പം അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടയ്ക്ക് പിന്നെ പേരൊന്നും ഇട്ടിട്ടില്ല. കടയ്ക്ക് ഒരു പേര് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അതിൻ്റെ പണികളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ സ്വരുക്കൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ നോക്കി നടത്താൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛനും കൂടെ ഉണ്ട്. അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അച്ഛൻ ആട്ടോ ഓടുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പം കൊച്ചു സാധനങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കിങ്ങനെ എടുത്തെടുത്ത് കൊടുക്കാം. ഒരുപാട് സാധനങ്ങളൊക്കെ പൊതിയെട്ടി കൊടുക്കാനും അങ്ങനെയൊക്കെ കുറച്ച് പാടുണ്ട്. അപ്പം എന്താണ് അവസ്ഥയൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ബിസിനസ് ആയാലും യൂട്യൂബിൻ്റെ ആയാലും അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കി. പക്ഷേ അതിലൊന്നിലും ദൈവം എനിക്ക് കൈ തന്നില്ല. അപ്പം ഇനി അടുത്തൊരു സംരംഭമാണ്. അപ്പം ഇതിന് വീടും കടയായിട്ടാണ്. അതിനകത്തൊരു ചെറിയൊരു വീട് കൂടിയായിട്ടാണ്. റൂമും ബാത്റൂമും ചെറിയൊരു അടുക്കളയും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതൊക്കെ ചെയ്യാം. ഇപ്പം കട മാത്രമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. സമയം പോലെ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിനി ഇവിടെ ആയിരിക്കും, വീട്ടിലേക്ക് ആയിരിക്കില്ല. പോയി വരാനായിട്ടുള്ള പാടുള്ളത് കൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അതൊക്കെ ഇങ്ങെടുത്ത് ഇവിടെ തന്നെ ആവാനായിട്ടുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹവും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇനി എപ്പം വീഡിയോ ഇടും ഒന്നും എനിക്കറിയത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇച്ചിരിയെങ്കിലുമൊക്കെ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ കൂടി ഒന്ന് ചെയ്യണം. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് മടി വന്നതുകൊണ്ടാണ് പിന്നെ ഇപ്പം യൂട്യൂബിനകത്ത് വീഡിയോ ഇടാത്തത്. കാരണം വ്യൂസ് വളരെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്. സാധനങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പം എന്തായാലും സാധനങ്ങൾ ഇനി ഇറക്കുന്നില്ല. കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഇനി ഇറക്കാം എന്നുള്ള രീതിയിലാണ്. 2-3 ആൾക്കാർ വന്ന് ഇങ്ങനെ ഓണ സാധനങ്ങളായാലും തോക്കും പൊട്ടാസും അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് വരുന്നുണ്ട്. കട ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6 ആൾക്കാരെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട്, ഓരോ കമ്പനികളുടെ ആൾക്കാർ. അപ്പം എന്താവും എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഒരു ബലവും ശക്തിയും ഒക്കെ തരാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.